ഹലോ ചങ്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈസ്റ്ററും വിഷുവൊക്കെ കഴിഞ്ഞ് എൻ്റെ മോള് പിന്നെ ട്യൂഷന് പോകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ രാവിലെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ 8 മണി 9 മണിയൊക്കെയാണ് നമ്മൾ എഴുന്നേൽക്കുന്നൊരു സമയം. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ദേ നമ്മുടെ പൂച്ചകളൊക്കെ പടി കളിച്ച് ചെടിയൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നേരെ പപ്പീനെ കൊണ്ട് സ്കൂളിലാക്കണം, സ്കൂളിലല്ല ട്യൂഷനാക്കണം. അപ്പോൾ ന്യൂട്ടൻസിലാണ് ട്യൂഷന് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് എൻ്റെ കൊച്ചു ഗ്രാമത്തിലൂടെയുള്ള യാത്ര അടിപൊളി കേട്ടോ, സൂപ്പറാണ്. ഇതേ നമ്മുടെ അമ്പലമാണ് ഈ കാണുന്നത്, നമ്മുടെ തങ്കുളം മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. രാവിലെ ആ ഒരു വെളുപ്പാൻ കാലത്തെ ചെറിയൊരു തണുപ്പും ആ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണല്ലേ. അപ്പോൾ ഇതേ നമ്മൾ മാളെത്തി, നമ്മുടെ പുതിയ മാളാണ് ആ കാണുന്നത് കേട്ടോ. നമ്മുടെ ഗംഗാ തിയേറ്ററിൻ്റെ വേറെ 2 തിയേറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പുതിയത്, അവരാണത്. 2-3 പിള്ളേർ സൈക്കിളിൽ പോണത് കണ്ടില്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളത് കാണാറുണ്ട് കേട്ടോ, അവർ സൈക്കിളിൽ പോണത്. അവർ നമ്മുടെ സ്കൂളിൽ കോച്ചിങ്ങിന് പോണ പിള്ളേരാണ് കേട്ടോ, ഫുട്ബോളിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ ന്യൂട്ടൻസിലെത്തി. ഇതാണ് നമ്മുടെ ന്യൂട്ടൻസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മോള് ട്യൂഷൻ തന്നെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ട്യൂഷൻ സെൻ്ററാണ്. അപ്പോൾ പപ്പിക്കുട്ടി 10ാം ക്ലാസ്സാണ് ഈ കൊല്ലം, അതുകൊണ്ടാണ് നേരത്തെ കൊണ്ട് ട്യൂഷനാക്കിയത്. അപ്പോൾ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ നേരെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടാ എൻ്റെ പൊന്ന് ചങ്കള. ഇന്നലെ ഞാൻ എൻ്റെ ഫിഷ് ടാങ്കിൽ പുതിയ മീനൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഫിഷ് ടാങ്ക് മീനൊന്നും ഇല്ലാണ്ട് ആകെ ചെളി പിടിച്ച് കിടക്കിയിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങളത് കഴുകി ക്ലീനാക്കി കുറച്ച് മീനെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതേ എൻ്റെ കുഞ്ഞൻ മീനെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. നല്ലൊരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ, ഇവൻ ചാടി പിടിക്കണതൊക്കെ. മീനുകളാണെങ്കിൽ ഇവൻ്റെ പരാക്രമമായിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ ചങ്കയുടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ചങ്കകളെ, നിങ്ങളുടെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു.